ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സുമീസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിൽ 2-3 ദിവസമായി വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കിതിന് ക്രീമോ ജലാറ്റിനോ അഗർ അഗർ പൗഡർ അങ്ങനെ ഒരു സാധനങ്ങളോ ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പുഡിങ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായി നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ ഒരു ചാനലിൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് 10 പേർക്കാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ വ്ളോഗിൽ, സുമീസ് വ്ളോഗിൽ 3 പേർക്ക്, അത് ഓവൻ ബീറ്റർ നോസൽ സെറ്റാണ്. അത് 5 ലക്ഷം ആകുമ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഇനി അധികം സമയമൊന്നും ഇല്ലാതെ ഇനി ഒരു 10-15,000 സബ്സ്ക്രൈബേഴ്സ് കൂടി ആയാൽ നമ്മൾ ആ ഒരു ചാനലിൽ ഗിഫ്റ്റ് കൊടുക്കും. അപ്പോൾ നിങ്ങൾ എല്ലാ ചാനലിലും ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ചാനൽ ജസ്റ്റ് ഇടുന്ന വീഡിയോസൊക്കെ ഫുള്ള് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഡോൾ ചാനൽ, ഞാൻ ഡോളിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ചാനൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ കണ്ട് നോക്കുക. അതിൽ നമ്മൾ 6 വീഡിയോയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. 6 വീഡിയോയിൽ നിന്നും ഓരോരുത്തരെ സെലക്ട് ചെയ്തിട്ടാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഇട്ടിട്ടുള്ള വീഡിയോസ് എല്ലാം കാണുക കേട്ടോ. ആ വീഡിയോയ്ക്കെല്ലാം ഗിഫ്റ്റ് ഉള്ളതാണ്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക, എന്നിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇത്രയാണ്. അതിൻ്റെ ലിങ്ക്, ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒന്ന് കണ്ട് നോക്കുക, അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലെങ്കിലും പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ക്രീമും ജലാറ്റിനും അഗർ പൗഡറും ചൈന ഗ്രാസും ഒന്നുമില്ലാത്ത ഈ ഒരു പുഡിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് ഇഷ്ടമുള്ളൊരു ട്രേ എടുത്ത് വെക്കാം. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഗ്ലാസ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ എന്താണെങ്കിലും കുഴപ്പമില്ല. ഈ പുഡിങ് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഏതാണെങ്കിലും ഇതുപോലൊന്ന് തേച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം. ഇനി ഈ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ ബ്രെഡാണ് എടുക്കുന്നത്. ബ്രെഡ് ഞാൻ ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ക്യൂബ് ആവണമെന്നൊന്നുമില്ല, നമ്മുടെ ഏകദേശം ഒന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനൊരു 7 ബ്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം ബട്ടറോ അല്ലെങ്കിൽ നെയ്യാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏതാണെങ്കിലും കുറച്ച് ഒഴിച്ചിട്ട് പാൻ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ഈ ബട്ടറിൽ ഇരുന്നിട്ട് വേണം നമുക്ക് ഈ ബ്രെഡ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് ഈ ഒരു പാനിലേക്ക് എത്രയാണോ ഇരിക്കുന്നത് അത്രയും വെച്ച് കൊടുക്കാം. ബ്രെഡ് വെച്ചിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ഒരു സൈഡ് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോൾ നമുക്കിത് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു സൈഡും നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവണം. അപ്പം നമുക്കിത് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ബ്രെഡൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡിൽ മാറ്റി വെക്കുക. ഇതൊന്ന് ചൂടാറി കിട്ടണം. അപ്പോൾ അതൊരു സൈഡിൽ മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമ്മളിതിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കസ്റ്റാർഡ് പൗഡർ. ഇത് നമുക്ക് സാധാ കടകളിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഐസ്ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെയാണ് നമ്മുടെ കസ്റ്റാർഡ് പൊടിക്ക് ഉള്ളത്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 1/2 കപ്പ് പാലും ഈ 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്, അടുപ്പിലേക്ക് ഞാനൊരു 1/2 ലിറ്റർ പാൽ കൂടി ഒഴിക്കുകയാണ്. മൊത്തം 1/2 ലിറ്റർ പാലും പിന്നെ ഒരു 1/2 കപ്പ് പാലും കൂടി വേണം കേട്ടോ. അതാണ് നമ്മൾ നേരത്തെ കസ്റ്റാർഡ് പൊടിക്ക് ചേർത്തത്. അപ്പോൾ ഈ 1/2 ലിറ്റർ പാലിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് അധികമാവും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിലും ചേർത്താൽ മതി. അല്ല ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഈ ഒരു രീതിക്കും ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇതും ടേസ്റ്റ് തന്നെയാണ്, എന്നാലും ഇരട്ടി ടേസ്റ്റ് അങ്ങനെ കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പഞ്ചസാര ചേർത്തത് കൊണ്ട് തന്നെ ഈ പാല് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് എടുക്കണം. ഏകദേശം ഒരു 10
10 മിനിറ്റ് നിങ്ങളിത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിന് നല്ല സ്വാദ് കിട്ടുക. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഇതുപോലെ വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ പാലിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കസ്റ്റാർഡ് പൊടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലും പഞ്ചസാരയും ആകുമ്പോൾ ഒരു 10 മിനിറ്റ് ഇട്ടൊന്ന് വറ്റിക്കുമ്പം കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് 10 മിനിറ്റ് വറ്റിച്ച ആ ഒരു പാലിലേക്ക് നമ്മളിത് ഇപ്പോൾ കസ്റ്റാർഡ് പൊടി നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ആ കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ നന്നായിട്ട് എന്താ പറയുക കട്ട കട്ട പോലെ ആയി കുറുകി പോവും. അപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് കുറുകി വരണം കേട്ടോ. അത് നമ്മൾ ആ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുറുകി വരണം. കുറുകി കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴാണ് ഇത് ആ ഒരു നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ നന്നായിട്ട് വെന്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ട്രേയിലേക്ക് നമ്മൾ ഇതുപോലെ ബ്രെഡ് ഇതുപോലെ നിരത്തി കൊടുക്കുകയാണ്. ബ്രെഡ് നിരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ആ ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ചൂടോട് കൂടിയിട്ട് തന്നെ കസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കേണ്ട, കുറച്ച് പകുതി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സോ ഫ്രൂട്ട്സോ ഒക്കെ ചേർക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു സ്പെഷ്യൽ സ്വാദ് തന്നെയാണ്. അപ്പോൾ നോമ്പ് സമയം ആയതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ ആപ്പിളും എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും കുഴപ്പമില്ല, നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ആപ്പിളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് നട്ട്സ് ഇഷ്ടമുള്ള നട്ട്സും വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടും. ഒരു സ്പെഷ്യൽ സ്വാദാണ്. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ചേർത്താൽ കുറച്ചും കൂടെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് നമുക്ക് ഇതിന് കിട്ടും. അപ്പം ഞാൻ കുറച്ച് ആൽമണ്ട്സ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ള നട്ട്സാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഇനി വീണ്ടും നമ്മൾ ബ്രെഡ് ഇതിൻ്റെ മുകളിലായിട്ട് നിരത്തി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റായിട്ട് നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിളും അതുപോലെ നട്ട്സ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിപ്പോൾ രാവിലെ ഇപ്പോൾ നോമ്പ് സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് വൈകുന്നേരമൊക്കെ എടുക്കാം. അപ്പോൾ രാവിലെയൊക്കെ സമയമുള്ളപ്പം ചെയ്ത് വെക്കുകയാണെങ്കിൽ വൈകുന്നേരം വരെ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ അവിടെ ഇരുന്ന് അങ്ങ് സെറ്റായിട്ട് കിട്ടും. വൈകുന്നേരം ആകുമ്പോൾ നല്ല പരുവായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടമാവും. ഒരു സ്പെഷ്യൽ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പുഡിംഗ് തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ ഡോളിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഒരുപാട് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് വീഡിയോ ഇടാത്ത എന്താണെന്ന് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇതിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മളൊരു 6 വീഡിയോ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് ആ 6 വീഡിയോയിൽ നിന്നും 6 പേരെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. മെയ് 15-ാം തീയതിയാണ് അതിൻ്റെ റിസൾട്ട് കാണിക്കുന്നത്. ആ ചാനലിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിലിപ്പം 3 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആ 3 വീഡിയോസും കാണണം, ഫുള്ള് കാണണം. എന്നിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്രയാണ് ഗീവ് അവേക്ക് പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് മറക്കാണ്ട് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇത് നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ പുഡിങ് കണ്ടാൽ നല്ല ക്രീമി ആയിട്ടുണ്ടല്ലേ. ശരിക്കും ക്രീമും ഒന്നും നമ്മൾ ചേർക്കാണ്ട് തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള പുഡിങ്ങാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു സ്പെഷ്യലായിട്ടുള്ള പുഡിങ്ങാണ്. പുഡിങ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാവും. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് നമ്മുടെ സുമീസ് വ്ളോഗിൽ ഇന്ന് വൈകുന്നേരം കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഡോൾ ചാനലിൽ ഡെയിലി വീഡിയോ ഇടില്ല. ഒരു ദിവസം ഇട്ടാൽ അടുത്ത ദിവസം വീഡിയോ ഇടില്ല. അതിൻ്റെ പിറ്റേന്നായിരിക്കും കേട്ടോ ഇടുന്നത്. അതുപോലെ ഒരു ദിവസം ഇടവിട്ടുള്ള ദിവസങ്ങളിലായിരിക്കും ഡോൾ ചാനലിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക.